കാണില്ല ഒന്ന്. വളർന്ന അവസരമായിട്ടോ എന്തോന്നുണ്ട്, ഉണ്ടകൾ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോന്ന് കണ്ടത് ഇട്ട് നോക്കിയാ സീന മക്കളെ. ഇത് തോളിൽ കയറ്റിയിട്ടാട്ടോ ഈ വീഡിയോ എടുത്ത് നടക്കണേ. ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നങ്ങൾ. നമുക്കൊരു ക്യാമറാമാനെ നമ്മൾ തന്നെ. അപ്പോൾ 4 ആൾക്കാരും വർക്ക് ചെയ്യണം. ക്യാമറാമാന്മാരൊക്കെ ഉണ്ട്, രണ്ട് കാര്യമില്ല. 4 ആൾക്കാരുണ്ട്, രണ്ട് കാര്യമില്ല. 4 ആൾക്കാർ പണിയുണ്ട്. പട്ടിപ്പണി. കാട്ടിലെത്തിയാൽ നല്ല ഇരുട്ടും, ഇവിടെ എത്തിയാൽ കുഴപ്പമില്ല. ഇരിക്ക് വെള്ളം കുറച്ച് വരും കുടിച്ചാൽ ഉണ്ടോ. ഇനിയും നമ്മളെത്ര പോകേണ്ടറിയോ. അതുകൊണ്ടാണ് അതിലെ ഷോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. കുളിക്കാൻ മഴയായതുകൊണ്ടാണ് ഞങ്ങൾ താഴത്ത് എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വെള്ളം എടുക്കുക. ഇതിപ്പോൾ ഒക്കെയാണ് നമ്മൾ വെള്ളം എടുത്ത് കയറുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. ആ വെള്ളക്കുയ്യാണ് കാണുന്നത്. ആ ഗ്യാപ്പിൽ ഉണ്ടോ, ആ ഒരു ഗ്യാപ്പുണ്ടോ, വെള്ളക്കുയ്യ. അതിലോട്ട് കയറിയാൽ സിമ്പിളാണ്. നല്ല ഇട്ടായിട്ടോ. ആ ഓപ്പൺ എയർ എത്തിയാൽ നമുക്ക് അടുത്തും. ഇതൊക്കെ എൻ്റെ മക്കളെ ടാസ്ക്. നീ ക്യാന് മോൾക്ക് എങ്ങനെയും കയറ്റണം കേട്ടോ. 2 കയർ ഇട്ടാണ്ടെങ്കിലും ആ കിച്ചണിക്ക് കയറ്റിയേക്കണം. ഞാൻ അവിടെ നിന്നാൽ മതി. ഇതിലേക്ക് ഇങ്ങനെ നിറച്ചു കൊടുക്കുക. ദീത്തെ തുടരുത്. എൻ്റെ മക്കളെ ആ ഇരുട്ടത്തുനിന്ന് പോകുന്ന അങ്ങനെ ഏർമാടത്തിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ വർക്ക് ഉണ്ടാവില്ല. ഇത് ഇമ്മാതിരി വർക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു വീഡിയോ കളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലേ. അതൊക്കെ തോളത്ത് എന്താ ഉള്ളതെന്ന് 30 കിലോൻ്റെ വെള്ളം, 30 ലിറ്റർ നോക്കിയാ. നമ്മളെ 2 ഏർമാടം കേട്ടോ. ഗൈസ് വീണ്ടും സ്വർഗത്തിലോട്ട്. അങ്ങനെ ഇന്ന് രാത്രി ഗൈസ് സ്വർഗത്തിലോട്ടുള്ള വെള്ളം ഇതേ പോകുന്നു. പക്ഷെ അവിടെ നിന്നിട്ട് വെളിച്ചടിച്ചിട്ട് കാണില്ലടാ. സംഗതി അറിയുന്നുണ്ട് മതി. ഇനി 2 കന്നാസും കൂടെ കയറ്റാണ്ട് ഇരുട്ടായി തുടങ്ങി ഗൈസ്. ആകെ ഇരുട്ട് വീണ്. ഇവിടെ ആയതുകൊണ്ട് ഒരു ഓപ്പൺ പ്ലേസിൽ മനസ്സിലാണ്. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ കാട് ഡാർക്ക് ഫാൻറ്റസി ആക്കുന്നുണ്ട്. കണ്ടോ പരിപാടികൾ കണ്ടോ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ വെള്ളവും കാര്യമൊക്കെ എടുത്ത് മേലേക്ക് എത്തി. കിച്ചണിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ഇതുണ്ടോ കിച്ചൺ സെറ്റല്ലേ. കിച്ചൺ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. കിച്ചണിൽ എന്തായാലും സുഖമായിട്ട് 2 സുഖമായിട്ട് ലക്ഷറി ആയിട്ട് കിടന്നു തുടങ്ങാം. 2 സുഖമായിട്ട് പറഞ്ഞു കേട്ടോ. കിച്ചണിൽ നടുവ് കൂടെ മരം പോയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടിരിക്കുന്നു. വെള്ളം വലുത് കയറ്റി ഇതാ ഓരോന്നായിട്ട് ഇതാ കയറിയിട്ട് കയറ്റുന്നു. നമ്മൾ ഏർമാടം നേരെ മുകളിലുണ്ട്. ഇതാ കൈ കൊണ്ട് തൊടാം കേട്ടോ. ഏർമാടം 1 ഏർമാടിച്ചു. ഗസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആൾ സാക്രിഫൈസ് ചെയ്യും. അത്രേ ഉള്ളൂ സാക്രിഫൈസ്. ഗസ്റ്റിനെ നമ്മൾ കയറ്റണം. എല്ലാവരും വരട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും ആസ്വദിക്കട്ടെ, എല്ലാവരും കാണട്ടെ. സ്വർഗം മാമ സ്വർഗം എന്ന് പറയണം. ഒറ്റ വർത്താനം അല്ലേ ഏട്ടിയേ. അതന്നെ, വേറെ ഒന്നുമില്ല ഇപ്പം അതിൽ പറയാൻ. അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അടിയിലൊരു ഏർമാടും കൂടി സെറ്റാക്കി. ഏർമാടെന്ന് പറഞ്ഞാൽ 2 ആൾക്കൊക്കെ എന്തായാലും സുഖമായിട്ട് കിടന്നുറങ്ങാം. കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കിച്ചണാക്കി അവിടെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി. ഇപ്പോൾ ഇവിടെ നല്ല വിശാലമായി. ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കിടക്കണം. 5 ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷേ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും നീട്ടും, ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ടും നീട്ടും, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും നീട്ടും. ഈ മരം നടുക്കാക്കിയിട്ട് ആ താഴെ എങ്ങനെ സെറ്റ് ചെയ്തോ അതേപോലെ ഒന്നും കൂടി വീതിയും വലുപ്പമായിട്ട് ഇത് സെറ്റ് ചെയ്യും. ഒരു 6 ആൾക്കാർ ചുരുങ്ങി ഇവിടെ കിടക്കണം അല്ലേ. അത് കിടക്കണം. പിന്നെ അവിടെ ആ ബേസ്മെൻറ്റും ലെവലാക്കണം, കോണി വെക്കാനുള്ള. അതും കൂടി ലെവൽ ചെയ്ത് നമ്മളെ പണി കഴിഞ്ഞു. പക്ഷേ നമുക്ക് നാളെ വീണ്ടും നാട്ടിലേക്ക് പോകണം. മെഷീൻ കേടായിട്ടുണ്ട്. നമ്മളെ വലിക്കണ സാധനം പൊട്ടിപ്പോയി.
അപ്പോൾ അത് നാട്ടിൽ പോയിട്ട് നേരെ സർവീസിന് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വലിയ മോളെ പരിപാടിയാണ്, ഇപ്രാവശ്യം എൻ്റെ ചെറിയ മോളെ പരിപാടിയാണ്. അതിൽ ഓൻ്റെ കുട്ടി ഞങ്ങൾ രണ്ടാൾ കുട്ടികൾ ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ രണ്ടാളെ ഒരുമിച്ച് പരിപാടി ഉണ്ട് നാളെ. അങ്കലവാടിയിലാണ്, പക്ഷേ അങ്കലവാടി ആണെങ്കിൽ കൂടി പരിപാടിക്ക് പങ്കെടുത്തേ പറ്റുള്ളൂ. എന്താ ഒരു അവസ്ഥയാണ്. ശനിയാഴ്ച നാളെ എന്തായാലും നാളെ രാവിലെയാണ് തോന്നുന്നു. നാളെ രാവിലെ അല്ല, നാളെ ഈവനിങ് ആണ്. അപ്പോൾ നാളെ ഉച്ചൻ്റെ ആകുമ്പോഴത്തേന് നമുക്ക് ഇറങ്ങും. എന്നിട്ട് ഈവനിങ് ആ പരിപാടിക്കും പങ്കെടുത്ത് മെഷീൻ വാളും സെറ്റാക്കി ഞായറാഴ്ച നമ്മളൊരു ഫ്രണ്ടിൻ്റെ കുടിരിക്കലുണ്ട്. ആ കുടിരിക്കലും കഴിഞ്ഞ് പിറ്റത്തെ ദിവസം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറാൻ ശ്രമിക്കുന്നതാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരല്ല. നമുക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും. നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്ന ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടല്ലേ, അതേപോലെ ഇത് ഇവിടെ കൂടുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ. നമ്മളൊക്കെ ഞാൻ ചെറിയ ചെറിയ ബിസിനസ്സും ചൊറകളായിട്ട് ഞാൻ നടക്കുന്നു, ഇവരൊക്കെ ഓരോ ജോലിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഇവരും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇത് ഫുള്ളാക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രം വരുമാനം നമുക്കൊന്ന് യൂട്യൂബ് തരണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കേനി, നമുക്ക് ഒരു ജോലിയാക്കി ഒരു പ്രൊഫഷനാക്കി തന്നെ മാറ്റേനി. ഇതിപ്പോൾ അതല്ല, അത് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് നടത്തുന്നതെന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഒരു യൂട്യൂബ് അന്ന് ഒരു ആവേശത്തിലായിട്ട് തുടങ്ങിയതാണ്. ആ തുടങ്ങിയാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാട്ടോ. നടക്കുകയാണെങ്കിൽ നടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ജീവിച്ച് ഇങ്ങനെ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ തളരാനൊന്നും നിൽക്കില്ല, ഇതേപോലെ തന്നെ കണ്ടീഷനിൽ പോകും. എടുത്തു വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തു വന്നപ്പോൾ ഇത് നല്ലോണം കുഴങ്ങി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ നാളെ പോകുമ്പോൾ നമ്മൾ ഇതിലെ തന്നെ വഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഷോർട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പോകും. അപ്പോൾ ഇനി മുതൽ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ആ പറമ്പ് മൊത്തത്തിൽ 1 കിലോമീറ്റർ വെറുതെ 1 കിലോമീറ്റർ കറങ്ങി വരും, 1 കിലോമീറ്റർ തന്നെ കറങ്ങി വരണം. ഇതിലാവുമ്പോൾ വെറും 200 മീറ്റർ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. മറ്റേ 1 കിലോമീറ്റർ പക്കാണ്ട് ഒരു മല ഇങ്ങനെ കവർ ചെയ്ത് വന്ന് ഈ മല കയറി ഇങ്ങോട്ട് എത്തണം. ഇത് നേരെ ഇങ്ങോട്ടാണ് ഇറങ്ങി, ആ മല റൗണ്ട് ചെയ്യാതെ നേരെ പോവാം. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യണം. നാളെ നേരെ നാട്ടിലേക്ക് പോകണം. പിന്നെ ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കി ഇതാ ഈ ഒരു സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ. കിച്ചണിലേക്ക് മാറ്റി ചായൻ്റെ സാധനം ബാക്കിയൊക്കെ കിച്ചണിലേക്ക് മൊത്തം സംഭവത്തിലേ ഞങ്ങൾ ചായയും ബിസ്ക്കറ്റും അടിച്ചിട്ടോ. ചായ നല്ലോണം ടയർഡായി. നല്ലോണം ടയർഡായി എന്ന് പറഞ്ഞാൽ പ്രവീണൊക്കെ സൈഡായി, നല്ലോണം വർക്ക് ചെയ്തതില്ലേ. ആ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ പോരാ, രണ്ടാൾക്ക് കിടക്കാൻ പറ്റിയൊരു ഏർമാടം തന്നെ കിച്ചൺ ആ ഒരു സെറ്റാക്കി. അതുപോലെ ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ആ വഴി വെട്ടി പോയാൽ അത് മാത്രമല്ല പ്രശ്നം, കൈയൊക്കെ നല്ല ചതവുടുങ്ങി. ഇത് ആമറ വെച്ചടിച്ച് ഇത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി, മരത്തിൻ്റെ ഉള്ളിൽ. അത് നല്ല വീർത്തിക്കുണ്ട്, ഉഷാറായിരുന്നു. പ്രവീണിൻ്റെ ഒക്കെ സ്ഥിതി തന്നെ. അപ്പോൾ അത് പിന്നെ നമുക്കിപ്പോൾ ശീലമായിന്. എന്നും ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചതവോ ഒരു മുറിവോ ഒടിവോ ഒക്കെ ഉണ്ടായിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ് പറഞ്ഞാൽ എനിക്ക് ഒരു വിറ വരുന്നുണ്ട്. അപ്പോൾ ജാക്കറ്റ് ഞങ്ങൾ രണ്ടാളും എടുക്കാൻ മറന്നു. സംഭവത്തിൽ സാധാരണ കൊണ്ടുവരൽ ഞാൻ പ്രവീണിൻ്റെ ജാക്കറ്റാണ്. എൻ്റെ ജാക്കറ്റ് ഊട്ടിക്ക് കുറേ വെച്ച് മറന്നുപോയി. അപ്പോൾ പ്രവീണിൻ്റെ ജാക്കറ്റ് എടുത്താൽ വരൽ. ഇന്നിപ്പോൾ ഓനോട് ഉണ്ടായതുകൊണ്ട് ജാക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ കൊലായ്മയിൽ ഇറക്കി വെച്ച് ചെയ്ത് മറന്നു പോയിട്ട് പ്രവീണിനെ വിളിച്ച് പറയാമെന്ന് ഇതുവരെ ഓർമ്മ ഉണ്ടായിന്. അന്ന് വൈകുന്നേരം വരെ ഓർമ്മ ഉണ്ടായിന്, പക്ഷേ അതും വിട്ടുപോയി. പ്രവീണും എടുത്തില്ല, ഞാനും എടുത്തില്ല. ഇപ്പോൾ രണ്ടാൾക്കും ജാക്കറ്റില്ല, നല്ല തണുപ്പുണ്ട്. ഒന്നലിട്ട ടീഷർട്ട് എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റെടുത്ത് താഴത്ത് പറ്റി ഒരു ടീഷർട്ട് കൂടി കുത്തിക്കയറ്റില്ല നിർബന്ധം. ഇന്നലെ വ്യൂ കണ്ട് കിടക്കി, ഇന്ന് വ്യൂ ഒന്നും വേണ്ട, തണുത്തിട്ട് നല്ല തണുപ്പാണ്. ഇന്ന് നല്ല പെരുന്തണുപ്പായില്ലേ. അത് ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല തണുപ്പാണ്, നല്ല തണുത്ത കാറ്റ്. അതെ, നല്ല ടയർഡായി. അതെന്താ വെച്ചാൽ ഒന്നാമത് 2 ഭാഗം ഇപ്പൊ ഈ 2 ഷോൾഡറും പെയിനാ മീറ്ററിനുണ്ട്. കാരണം ആ വെള്ളം താങ്ങി പോകുന്നില്ലേ, 10-30 ലിറ്റർ വെള്ളമാണ്. അതിങ്ങനെ എത്ര ദൂരം താങ്ങിപ്പോയി. ഒരു 1.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു ആ താഴേന്ന് നടന്നിട്ട്. ഇപ്പൊ നമുക്ക് ഈ ഷോർട്ട് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊരു സുഖമുണ്ട്. ക്ലിയറായി, പ്രശ്നം തീർന്നു. ഇതിപ്പോ കറങ്ങി വന്ന് ക്ലിയർ ആയാൽ റെഡിയായി. വേദന ഉണ്ട്, അതുപോലെ തന്നെ തണുപ്പുണ്ട്, നല്ല പെയിനുണ്ട്. കൈ രണ്ടും നല്ല ഉണ്ടോ കല്ലിച്ചിക്കുക. എന്ത് ചെയ്യാൻ, ആമറ വെച്ചൊരു ഒറ്റടി ആണി അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വാളിപ്പോയതാണ്. ഇതും നല്ല മരത്തിന് ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ 2 മരം തമ്മിലാണ്ട് അടിച്ച് 2 പെയിനാ. നാട്ടിലെത്തിയിട്ട് അറിയാം. ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അങ്ങോട്ട് കഞ്ഞി ഉണ്ടാക്കാൻ പോകുമ്പോഴേ ഒന്ന് മറ്റേ ടീഷർട്ടൊക്കെ കുത്തി കയറ്റണം. കഞ്ഞി കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ വഴി തെറ്റാണ്ട് വെള്ളപ്പീലിയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ആനക്കുളം കണ്ടില്ലേ. ആന ഫുൾ ടൈം നിൽക്കുന്ന ഒരു ചതുപ്പ്. ആ സ്ഥലത്ത് ആന ഉണ്ട് കേട്ടോ. നമ്മളൊന്നും സ്ഥിരമായിട്ട് പറയില്ല ആനകൾ ഓടിക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്താണ്. നമ്മൾ അവിടെ കാട് വെട്ടിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം
ആനകൾ എടുത്ത് പോയി കാണാം. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ട് ആൾക്കാർ. ചെറുങ്ങനെ ഒരു ചിന്നംവിളി കേട്ട് ഞങ്ങൾ കുറച്ച് നേരമായി സ്റ്റക്കായി നിൽക്കണം. എല്ലാവരും ഉണ്ടല്ലേ ഒരേ ദിശയിൽ നോക്കിയിരിക്കും. അവിടെ കൊമ്പടിന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലാഷ് ഓണാക്കിയാൽ നിങ്ങൾ കേട്ടോളി. ഇനി സൗണ്ടൊന്നുമില്ല, കേട്ടോളി. മണ്ണ് കുത്തി ഇളക്കാണല്ലേ. ഇവിടെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ഇനിയിപ്പം ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒന്ന് വിശക്കാനുള്ള പരിപാടികളാട്ടോ. ലുഡോ കളി കണ്ടോ. ഇനി നമ്മളെ താഴെ ഏർമാടത്തിലേക്ക് പോകണം ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. നമ്മളെ താഴത്തെ ഏർമാടത്തിലേക്ക് ഇറങ്ങാം കേട്ടോ. കിച്ചണിലേക്ക് ഇറങ്ങാണ്. താഴത്തെ ഏർമാടത്തിൽ പോയിട്ട് 9 മണിയായിട്ടോ. ഞങ്ങൾ ഇതുവരെ അപ്പോൾ ലുഡോ കളി കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറൊക്കെ ലുഡോ കളി തന്നെ എടുത്തു. വെട്ടി അപ്പം നല്ല താഴത്ത് പോയിട്ട് കപ്പ ഉണ്ടാക്കട്ടെ താഴത്തെ ഏർമാടത്തിൽ. നമ്മളിപ്പോൾ കിച്ചണൊക്കെ സെപ്പറേറ്റ് ആണല്ലോ. താഴെയുള്ള കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി, ബാഗും കാര്യങ്ങളും ഒക്കെ. സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ബ്ലഡ് ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. വാട്ടർ ക്യാൻ കാര്യങ്ങൾ എല്ലാം റെഡിയാണ്. ഇവിടെ കത്തി അവിടെ ഉണ്ടാ. തുരുമ്പ് കയറിയോ? ഇല്ലല്ലേ, ഉണക്കമീൻ കിട്ടുന്നുണ്ടോ? കോൾ ഇവിടെ കിട്ടൂല. ഇതിൻ്റെ ഈ മരത്തിൻ്റെ മേലെ കയറുമ്പോൾ ഒരു ജിയോക്കൊക്കെ റേഞ്ച് ഉണ്ട്. താഴെ ഭാഗത്തൊക്കെ ഇടയ്ക്കൊരു കാറ്റൊക്കെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. വോഡഫോണൊന്നും തീരെയല്ല കേട്ടോ, ഒന്നിനുമില്ല. BSNL ഉണ്ട്. BSNL സിമ്മൊക്കെ എടുക്കണം നമുക്ക്. ഇതൊക്കെ ഇത് ഭയങ്കര സെറ്റപ്പായില്ലേ, നല്ല ഉറപ്പില്ലേ, പേരും ഉറപ്പ്. ഇത് റെഡിയാ. ഈ ആനയ്ക്കൊക്കെ കാവലിരിക്കണ ആൾക്കാരുണ്ടല്ലോ, ഇത്ര ചെറിയ ഏർമാടത്ത് 2 ആൾക്കാർ കിടക്കണേ. അങ്ങനെ ഞങ്ങളെ കിച്ചണിൽ പാല് കാച്ചാൻ പോലെ ആദ്യത്തെ വർക്ക് എടുക്കാൻ പോകുന്നു. പാല് കാച്ചലല്ല, ആദ്യത്തെ വർക്ക് പാല് കാച്ചൽ. ഇവിടെ നമ്മളെ മുണ്ടും കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഗ്യാപ്പുണ്ട് ഇവിടെ. ഇവിടെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കഴിക്കാം. സ്ഥലമൊക്കെ ഉണ്ടല്ലോ. 2 ആൾക്ക് സുഖമായിട്ട് നീണ്ടിരുന്ന് കിടക്കട്ടോ, ഒരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് സംഭവം. കിച്ചൺ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ കാണുമല്ലോ കേട്ടോ. നമ്മളിവിടെ പോയി പിടിക്കാം. ഉറപ്പ്. അതുകൊണ്ട് എന്താ ഈ സാധനങ്ങളൊക്കെ തൂക്കാനായില്ലേ? എല്ലാ സാധനം നോക്കിയാൽ ഫുള്ള് കമ്പടിച്ച് ഓരോ സ്ഥലത്ത് ഇതാ ഇതിമലൊക്കെ ഇതാ തൂക്കിയിട്ടുണ്ട്. ഇതിമലൊക്കെ എല്ലാ കമ്പുമ്പോലും സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട്. ഉണ്ടോ? നമ്മളെ ആങ്കറാണ്, ഒരു വടി വെച്ചിട്ട് ഒരു ആണി അടിച്ച് വെച്ചാണ്. അത് ഇവനൊക്കെ ഇതാ ഫുള്ള് സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ബാഗും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. ഇത് അത്യാവശ്യം ഐറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടോ? താഴെ ആന പൊട്ടിച്ചിരുന്ന സൗണ്ട് തന്നെ എപ്പോഴും. നമ്മളത് നോക്കില്ല, നമ്മളെ കാര്യങ്ങൾ നോക്കുക. അവിടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അടിയിലേക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ആന കുടിക്കണ വെള്ളത്തിൽ തന്നെ നമ്മളും കുടിച്ച് വെള്ളം എടുത്ത് വരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. നമ്മൾ പെട്ടെന്ന് എത്താം, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താം. നാളെ ഇപ്പം എന്തായാലും ഇതിലെ വഴി കിട്ടിയിട്ട് നമ്മൾ പോവാം പോലെ. ഇതിൽ അതിലാട് പോവാം വഴി കിട്ടിയിട്ട്. ശിവാളും കൊണ്ടുപോകണല്ലേ? അതാണ് എന്തായാലും കൊണ്ടുപോയാലേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാല്ല. കപ്പ ഉണ്ടാക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മളെ താഴെ ഏർമാടത്തിലാണ്. ഓരോന്നിനും ഇനി ഓരോ ഏർമാടങ്ങളാ. ഇതാ ഒരാൾ വിളക്കണ്. ഇത് പ്രവീണെത്തി, റമീസെത്തി. ഇതുണ്ടോ കിച്ചൺ സൗകര്യം. ഓ കപ്പ ഫുള്ള് അരിഞ്ഞിട്ടുണ്ടോ. കപ്പ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടൊന്നും ഒന്നുമില്ല. രാവിലെയും കഴിക്കാം. അപ്പം നമ്മൾ രാവിലെയും കഴിക്കാം, എണീച്ചപാട് കഴിക്കാം. ഇവിടെ തന്നെ മൂടിയേക്കാം. അങ്ങോട്ട് കാല് തൂക്കിയിട്ടിരുന്നോ? ഏജ് അവിടെ ഇരിക്കണ്ട. എന്താ നോക്കിയാ
സിറ്റിംഗ് ഉണ്ട് ജി 4 ആള് സുഖമായിട്ട് സുഖമായിട്ട് ഇരുന്ന് രണ്ടാൾക്ക് കടക്കും ചെയ്യാം. ഇത് 4 ആൾക്കാർ നീച്ചു പോയാൽ 2 ആൾക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം, 2 ആൾക്കും കിടക്കാം സുഖമായിട്ട്. അപ്പൊ നമ്മൾ ആള് കൂടുകയാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ കിടക്കും. പക്ഷെ അതിന്റെ ആവശ്യമല്ല, നമുക്ക് നമ്മളെ തന്നെ വലുതാക്കും. 11 ആൾക്കാർക്ക് എന്തായാലും വന്ന സൗകര്യം ഉണ്ടല്ലേ. മുകളിലേക്കൊക്കെ സൗകര്യം ആക്കണം. നമുക്ക് ഒരു 6 ആൾക്കാർ മുകളിൽ കിടക്കണം, 2 ആൾ താഴത്തും കിടക്കണം. അപ്പൊ നമ്മൾ താഴേക്കൊക്കെ ഏർമാടം കിട്ടും. എല്ലാവരും വരണം, എല്ലാവരും വന്ന് കാണുന്നത്. ഈ ഇത്രയും വിഷ്വലുകളുടെ ഭാഗം ഉണ്ടല്ലോ, അതായത് വ്യൂ പോയിന്റ് ഉള്ള ഈ വ്യൂ പോയിന്റ് ഉള്ള ഏർമാടം ഒന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മളെ വെള്ളക്കുയിന്റെ അടുത്തുള്ള ഏർമാടം എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. ഇതിന്റെ അടുത്ത് ഈ ആനകളെടുത്ത് കാണാൻ പറ്റിയ ഏതെങ്കിലും മരം ഉണ്ടേക്കും? 4 ആളിലും ചെയ്യും. അങ്ങനെ നമ്മളെ കപ്പ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സമയം ഏകദേശം 9:45. ഇനി നമുക്ക് പണി ചമ്മന്തി ഉണ്ടാക്കണം, ഉണക്കമീൻ ഉണ്ടാക്കണം. ഉണക്കമീൻ കേകിക്കൊണ്ടിരിക്കുന്നു. ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം. എന്താ സൗകര്യം അല്ലേ. 4 ആൾക്ക് സുഖമായിട്ട് സമാധാനത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും ചെയ്യാം, ഫുഡ് ഉണ്ടാക്കും ചെയ്യാം. നല്ല ആയാസമുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രവീണ അങ്ങോട്ട് ഇരിക്കും, സെറ്റാണ്. 4 ആൾക്ക് ഇപ്പൊ സൗകര്യപരമായിട്ടുള്ള ഒരു ഏർമാടാണ്. 5 ആളായാലും കുഴപ്പമില്ല. അവിടുന്ന് ലെഫ്റ്റ് 5 ആൾക്ക് സുഖമായിട്ട് കിടന്നു കേട്ടോ. പുതിയ ഏർമാടത്തിലെ ഫസ്റ്റത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞു കേട്ടോ. കപ്പൊക്കെ ആയിട്ടുണ്ട്. തിളങ്ങി പോയിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മേലെ പ്രവീൺ മേലെ പോയി കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, റെഡ് ലൈറ്റ് ഇവിടെ ഓണാണ്. ഇന്നലെ ഞങ്ങൾ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഫ്ലഡ് ലൈറ്റ് അധികം കത്തിയില്ല. ഇപ്പം എത്ര നേരം കിട്ടും എന്നുള്ള അറിയില്ല. ചിലപ്പോൾ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കെട്ടുകയും ചെയ്യും. കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നാലും കാണാം കേട്ടോ, അങ്ങോട്ട് നോക്കണമെന്നില്ല. കണ്ടോ, അതേ അനുഭൂതിയിൽ ഇവിടെ ഇരുന്ന് കാണാം. കുറച്ച് മരങ്ങൾ പോയി കഴിഞ്ഞാൽ ഫുള്ള് കാണാം. ഞാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് അടിക്കാടുകൾ മാത്രമേ വെട്ടാനുള്ളൂ, മരങ്ങൾ ഇനി വെട്ടേണ്ട ആവശ്യമില്ല. നോക്ക് മക്കളെ നോക്ക്. ലൈറ്റ് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയിട്ടോ, അതിൻ്റെ കഥ കഴിഞ്ഞ്. അത് 2-3 മണിക്കൂർ വർക്ക് ചെയ്തത് നിന്നാണ്. എന്നാലും ഒരു 3/4 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തത്, ബാക്കി 2 മണിക്കൂർ വർക്ക് ചെയ്ത് 11 മണിയായിട്ട് മക്കളെ. 9 മണിക്ക് നമ്മൾ പണി തുടങ്ങിയതാണ്, 11 മണിയായിപ്പം. കാരണം അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞിരിക്കും. കപ്പ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ലുഡോ കളിച്ചിരുന്ന്. അപ്പം മീൻ മസാല ഇട്ടിരുന്നാൽ മതി, ഇനി ഷാ ചെയ്തില്ല. പക്ഷെ ഇന്നലെ നമ്മൾ കറക്റ്റ് ഒരു 10 മണിയായപ്പോൾ ഉറങ്ങിപ്പോയിന്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഇന്നലെ കിട്ടീന്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് കിടന്നാലും പ്രശ്നമില്ല. എങ്ങനെ ഇരുന്നാൽ രാവിലെ 6 മണിക്ക് ഞാൻ എണീക്കും, ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ആ സൂര്യൻ അങ്ങനെ പൊന്തുന്നതിന് മുമ്പേ എണീച്ചില്ലെങ്കിൽ ആ ഒരു രസം കിട്ടില്ല അവിടെ. എന്താ പറയണേ, അനുഭൂതി വല്ലാത്ത അനുഭൂതിയല്ലേ. കിച്ചൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ നിങ്ങൾ. ഒരാളിത് അങ്ങനെ ഇരിക്കുന്നു, ഒരാളിങ്ങനെ കിടക്കുന്നു. കുക്ക് അവിടെ ഉണ്ടാക്കുന്നു. ഷെഫ് ജംഗിൾ ഷെഫ് സനു ഫുഡ് ഉണ്ടാക്കുന്നു. ഇത് ടോർച്ച് കത്തുന്നുണ്ട് കേട്ടോ, 2 ടോർച്ചൊക്കെയാണ് കത്തിക്കുന്നത്. നമുക്ക് ആ ഒരു മീൻ പൊരിക്കുന്ന ഇതില്ലേ ചട്ടി, മറ്റേ ഗ്യാസിൽ പോകില്ല കേട്ടോ. അങ്ങനെ ഇളകി കളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ഗ്യാസും കുറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഈ ഗ്യാസും കുറ്റി നമുക്ക് വൻ വിജയമാണ്. ഒരുപാട് യാത്രകളിൽ നമ്മളെ സഹായിച്ച ഗ്യാസും കുറ്റിയാണ് കേട്ടോ. ഒരു 2-3-4 കൊല്ലമായിട്ട് സഹായിച്ച ഗ്യാസും കുറ്റികളാണ്. ഇതിങ്ങനെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തലാണ്. പക്ഷെ നല്ല ഉപകാരമാണ്. മീൻ പൊരിക്കാണ്. കപ്പും ചമ്മന്തി മിക്സ് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പും ചമ്മന്തിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒക്കെ റെഡി സരോ, വെള്ളമുണ്ടോ കപ്പയിൽ? വെള്ളമുണ്ടോ? കുറച്ച് വിശന്നിട്ട് വയ്യായിരുന്നു, നല്ല വിശപ്പുണ്ട്. പെരുന്തണുപ്പാണ്. ഞാനിതാ നോക്കിയാൽ ഒരു ടീഷർട്ട്, അതിൻ്റെ മേലെതാ നമ്മൾ അന്നലെ ഇട്ടിനെ ഫുൾ കൈ ടീഷർട്ടും കയറ്റിയിട്ടുണ്ട്. നല്ല തണുപ്പാ, നല്ല തണുപ്പാ, നല്ല ടേസ്റ്റ്. അപ്പം കപ്പുണ്ട്, മീനുണ്ട്. അപ്പൊ ഒന്ന് കഴിക്കട്ടോ. കഴിച്ചിട്ട് ഞാൻ മേലേക്ക് കയറട്ടെ. നല്ല തണുപ്പുണ്ട്, പുറത്തിൻ്റെ ഉള്ളിൽ കയറണം. പൊളി കേട്ടോ, നല്ല വരുവാ. പിന്നെ
മറ്റേ സാധനം കൊണ്ടാ ആ ഗ്ലാസ് നിന്ന് വെള്ളം മുക്കണം. ഏത് ഗ്ലാസ്? ഗ്ലാസ് ഓക്കെ. ഇതാണ് ആള് ഫുൾ വടിച്ച് കാലിയാക്കിട്ടോ. അടിപൊളിയാ കപ്പ. ഒരാള് അച്ചാറ കൂട്ടിയടിക്കും ഫുൾ കാലിയ. പക്ഷെ അച്ചാറൊക്കെ വേറെ മൂഡ് ടേസ്റ്റില്ല അച്ചാറല്ലേ. പിന്നെ എങ്ങനെയുണ്ട് കപ്പ? സ്വർഗത്തിലേക്ക്. നല്ല പൊടിയുള്ള കപ്പ, അച്ചാറ് കൂട്ടിയിട്ട് വേറെ ടേസ്റ്റ്. അതെ, എല്ലാം ടേസ്റ്റ്. നല്ല തണുപ്പും. വേഗം കയറണം. അങ്ങനെ ഞങ്ങളെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ചെമ്പ് അടിക്കണത് അവിടെ നമ്മളെ ഷെഫുള്ള ചെമ്പ് അടിക്കുന്നുണ്ട്. അതെ, വീടിന്റെ അടുക്കള ഭാഗത്ത് ചെമ്പിന്റെ അടുത്ത് ചുറ്റി പറ്റിയാ നടക്കല്. മാറ്റി വിടെങ്കിലും അവിടെ തന്നെ എങ്ങനെയെങ്കിലും ചുറ്റി പറ്റി നിൽക്കും. അതെ, അടിപൊളിയാവും. നല്ല സുഖം. നല്ല ഫുഡ് കഴിക്കട്ടോ. അടിപൊളി ഷെഫാണ്. അടിപൊളി ഫുഡ്. ഓനാണ് ഇപ്പൊ പെണ്ണ് നോക്കുന്നുണ്ട്. താല്പര്യമുള്ള അറിയിക്കുക. ഇപ്പൊ പെണ്ണ് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയില് അന്വേഷണം ഉണ്ടെങ്കിലേ നാട്ടിലെവിടെങ്കിലും. അപ്പൊ കണ്ടങ്ങള് തൽക്കാലത്തിന് ഇത് ഇങ്ങനെ ഇട്ടാണ്. മൊത്തത്തില് താഴ്ത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് നടക്കൂല, കാഴ്ചകൾ കിട്ടൂല. അപ്പൊ അതാണ് ഇവിടെ ഇട്ട ആനകളില് ഈ കാണുന്നില്ലേ ഇതിന്റെ തേരെ താഴെ ഭാഗത്ത് അവിടെ ഉള്ള നമ്മള് വൈ വെട്ടി കഴിഞ്ഞാല് നേരെ ആനകൾ കുളിക്കുന്ന സ്ഥലത്ത് എത്തുക. അത് നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി ആനകളെ കാണിച്ചു തരാൻ പറ്റും നമുക്ക്. അത്രക്ക് അടുത്താണ്. ഇന്നും കൊമ്പൊട്ടിക്കണൊക്കെ അവിടുന്ന് ഡെയിലി കൊമ്പൊട്ടിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ലേ. വീണതാ ഷോക്സൊക്കെ വലിച്ചു കയറ്റുന്നു തണുപ്പിന്. ഇവിടുത്തെ എല്ലാവരും കിടക്കട്ടോ. അപ്പം കിടക്കാനുള്ള പരിപാടി നോക്കട്ടെ. അതൊക്കെ ഒന്ന് വീക്കട്ടെ കേട്ടോ. സമയം ഏകദേശം നോക്കിയാ സമയം എത്രയായി? 12:19 12:20 സമയമായി. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് നല്ല ലേറ്റായി. ഒന്നിച്ച് തുടങ്ങിയോ? അതെല്ലാം കിടന്നിട്ടുള്ളൂ. എല്ലാവരും കിടക്കുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ രാവിലെ. ഓക്കെ, കൈ നല്ല വേദനയാണ്. നോക്കിയാൽ ആണിയാണ്ട് അടിച്ചതിൽ ക്യാമറ കൊണ്ടിട്ട് ഇത് നല്ല ചതവരുന്നു. ഇതാപ്പടി നല്ല പെയിനാണ്. കിടന്നുറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല ശ്രമിക്കട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നല്ല ശുഭരാത്രി. അപ്പോൾ ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. മോർണിംഗ് 6 മണിയാകുമ്പോൾ നീച്ച്. പക്ഷെ നല്ല തലവേദന നല്ലതാണ്. തണുപ്പായിട്ട് ഉറങ്ങാനാണ് പറ്റിയില്ല മതി. അപ്പോൾ നല്ല കുറച്ച് കൂടി ഉറങ്ങട്ടെ കേട്ടോ. ഇവിടെ മണിക്കാം. നല്ല ടേക്ക്. ഗുഡ് മോർണിംഗ്. പേരും തണുപ്പിട്ടോ. തണുപ്പുണ്ട് ഉറങ്ങാൻ പറ്റിയവർക്ക്. കണ്ടോ, ഇന്നലെ അതിമന്ന് വെട്ടിയ കൊമ്പുകളുണ്ടല്ലോ കനം കുറക്കാൻ വേണ്ടിയിട്ട്. ആ കൊമ്പുകളൊക്കെ കത്തിക്കട്ടോ. കുറേ സ്പേസ് നഷ്ടപ്പെടുക നിലത്തൊക്കെ. അതൊക്കെ തീയിടണം. ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് നല്ല തണുപ്പട്ടോ. കത്തിച്ചിട്ട് ഉണ്ടോ പക്ഷികളെ സൗണ്ടൊക്കെ ഇട്ട് കിടന്നുറങ്ങി പറയണം. രണ്ടലയും കൂടി കൊണ്ടുപോയിട്ടോ. ഇവിടെ തീയിടൽ ഷടപടേ നടക്കുന്നുണ്ട്. ഞാൻ പോയി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ മക്കളെ. വേണേ ഈ ആവശ്യമില്ലാത്ത കവറ് കുപ്പിയൊക്കെ കയ്യിലെടുത്തിട്ടോ. കയറാനുള്ള ടാസ്കുകൾ പറഞ്ഞാൽ കണ്ടോ. ഞാൻ ഇങ്ങനെ കയറി ഫസ്റ്റ് തട്ടിലേക്ക് എത്തണം. പിന്നെ ഞാൻ തട്ട് ഫസ്റ്റ് തട്ടിലേക്ക് നേരെ കാര്യം ഇവിടെ വെച്ച് കയറില്ല. പ്രവീണത് ക്യാമ്പ് ഫയർ ഇടുന്നു. ഫയർ ഇടണമായതുകൊണ്ട് മാത്രമേ ഒറ്റക്ക് നിൽക്കണം കേട്ടോ. പടക്കടാനുള്ള പരിപാടിയാണോ സംശയമുണ്ട്. കേൾക്കുന്നുണ്ടായിട്ടോ. വെള്ളം എടുത്ത് ചായ വെക്കട്ടെ. ഓക്കെ, ബാക്കിയുള്ള വയ്യ കാണാം. ക്യാമ്പ് ഫയർ അവിടെ സൂര്യൻ വരുന്നു. അവിടേക്കാ സൂര്യൻ പ്രകാശിക്കുന്നുണ്ടോ? അവിടുന്നാണ് പൊന്നുന്നത്, നീലഗിരീസ് ഭാഗത്തുനിന്ന്. ഓക്കെയാ, ഇവിടേക്ക് ഫസ്റ്റ് ലൈറ്റ് അടിച്ചുണ്ടോ? അതാ ആ മലൻ്റെ മേലൊക്കെ ലൈറ്റ് അടിച്ച്.
മൊത്തം. എന്ത് രസാ കാണാന്. സനോ അതൊക്കെ പൊന്തി ഈ പ്രവീണും പൊന്തി മഞ്ഞപ്രകാശം മുഖത്തെ അടിക്കുന്നു. ചേട്ടാ മുൾക്കാം വൈ മാൻ ചായ ഉണ്ടാ എല്ലാവരും എന്നെ വിട്ടുകൂടി ചായ ഉണ്ടാക്കുന്നു. ഓ സൂര്യൻ നോക്കിയാ വരുന്ന വരവ്. Oh my god. What a food, man. മേലിന് കാണുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ആ സൗണ്ട് ഉണ്ടാക്കിയിടേ നിങ്ങൾക്ക് എന്താ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ ഇതിൻ്റെ നേരെ താഴത്തോട്ടോ. അപ്പോൾ ഈ ഈങ്ങ മുള്ളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടൊരു വൈ വിട്ട് കഴിഞ്ഞു. വൈ കറക്റ്റ് അവിടെ ഒരു വലിയ കട്ടിങ്ങാണ്, ഒരു വലിയൊരു മലൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആനനെ കാണും ചെയ്യാം. ആനകൾ താഴത്ത് ഈ കിതച്ച് മറിഞ്ഞിങ്ങനെ കളിക്കുകയും ചെയ്യും. ഓ സൂര്യൻ നോക്കിയാ കാണണ്ടോ അവിടെ എത്തിയിട്ടുള്ള ആശാൻ. ഇപ്പം എന്നെ സൂര്യൻ വിഴിഞ്ഞു മൊത്തത്തിൽ. ഒരു അനക്കൂടി മോൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിനി. മോളത്തെ ഏർമാടം കവറാവും. ഓ എന്നാ വെളിച്ചമാ. സൂര്യൻ പ്രകാശം കൊട്ടുകയാണല്ലോ, കൊട്ടത്. പണ്ട് ഞാനൊക്കെ ചിത്രം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡ്രോയിങ്ങാണ് വരക്കാറ്. ഒരു മല, ഒരു പുഴ, ഒരു മരം, ഒരു വീട്, ആ മലൻ്റെ ബാക്കിലൊരു സൂര്യൻ, 4 പക്ഷികൾ. അതിൻ്റെ ഒരു ഇതാണ് മലൻ്റെ ബാക്കിലൊരു സൂര്യൻ. കണ്ടോ ഉദിച്ച് പൊങ്ങി വരുന്നത്. എന്തൊരു ഭംഗിയാ. അവൻ്റെ മോനെ ഇത് ഫോണിലൂടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഫോണിലൂടെ കാണാൻ നല്ല ഭംഗിയാണ് സൂര്യൻ പൊന്നുന്നത്. നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചുതരാം. ഓഹ് വലുതായി വരുന്നുണ്ടല്ലേ. എത്തത് പുറത്തേക്ക് വരാത്തത്. പുറത്തേക്ക് വന്നോടോ. ഓടാറുണ്ടോ? ആ മരത്തിലെല്ലാ സാധനം അടിച്ചു വെച്ചേക്കാട്ടോ. ഇഷ്ടംപോലെ മരക്കൊമ്പുണ്ടായോണ്ട് കേട്ടോ. എല്ലാത്തിനും മരക്കൊമ്പ. എല്ലാ സാധനവും ഇവിടെ ഇടയ്ക്ക് തൂക്കിട്ടാ. ഇത് മേലേക്ക് എത്തില്ലല്ലേ. വാവ് വാട്ട് എ ബ്യൂട്ടി മാൻ. സംഭവം ബ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിലും കണ്ണ് അടിച്ച് കയറട്ടോ. ചാനായില്ല, ടൈം എടുക്കും. ആ 2 ഗ്ലാസ് മേലുണ്ട് കേട്ടോ, എടുക്കണേ. അതിലൂടെ അങ്ങോട്ട് തന്നാൽ മതി. ഇതിപ്പോൾ കറക്റ്റ് നോക്കിയാ ഏതാ ഹൈറ്റ് നോക്ക്. അവൻ്റെ മോനെ സൂര്യ വേഗം പൊന്തു മോനെ. ഇതുവരെ മലൻ്റെ ടോപ്പിലേക്ക് എത്തിയില്ലല്ലോ, ടൈം എടുക്കും.